ആദ്യമേ നമുക്ക് ഇതിനകത്ത് കലണ്ടറും ഫോട്ടോയും ടിവിയും ഒക്കെ മാറ്റാം. അച്ഛി ഇത് ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് തരാം. അന്നേരം ഇതെല്ലാം ഇവിടെ എടുത്ത് വെക്കണേ. ഫോട്ടോ ഒക്കെ എടുത്ത് തരട്ടെ. ചെറുത് കല്ലിനും വലുതെനിക്കും. അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റണം. ഈ സ്ക്രൂ ഒക്കെ മൊത്തം പൊളി എടുക്കാം. പിടിച്ചേ. പിന്നെ ഇതൊക്കെ ഒന്ന് ചൂലുണ്ടോ? ചൂലെടുക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് തൂക്കാം. അല്ലെങ്കിൽ തുണി മതിയായിരിക്കും കേട്ടോ. ഇത് വെച്ച് പോകുന്നുണ്ട്. ഈ ഫോട്ടോ ഒക്കെ ഇരുന്നിട്ടേ പല്ലിയൊക്കെ കാഷ്ടിച്ച് മഹാവൃത്തികടെ. പല്ലിനെ ഓടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ. പിന്നെ അത് തന്നെയല്ലടാ, പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പം കണ്ടേ കല്ലുവിൻ്റെ പരിപാടി. അതെ ഇതുണ്ടോ, ഇവിടെ ഓരോ പരിപാടിയൊക്കെ കാണിച്ചു വെച്ചു. അന്നേരം എഴുത്തും മുട്ടുമൊക്കെ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു സൗണ്ട് ബാർ വാങ്ങിക്കുന്നുണ്ട്. ഒരു സൗണ്ട് ബാർ വാങ്ങിച്ച് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യും. രാത്രി നിന്ന് പാട്ട് വെക്കും, സിനിമ കാണും, പാട്ട് വെക്കും. താഴെ കൂടെ ടി വിയുടെ അളവ് 4 ഫീറ്റാണ്. ടി വിയുടെ അളവ് വേണ്ട ഒരു അരയടി അല്ല ഒരടി വെളിയിൽ നിന്ന് നമ്മൾ ആദ്യമേ ഒരു UV ഷീറ്റ് നമ്മൾ ഒട്ടിക്കും. അത് ടി വിയുടെ ബാക്കിൽ വയ്ക്കും. അന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഫുള്ള് വേറൊരു കളർ. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പം
ഇത് നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചെന്നറിയാം, കോട്ടയത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്, ഈസ്റ്റ് വെസ്റ്റ്, അവിടെ നിന്ന് എടുത്ത്. ഇത് സ്ക്വയർ ഫീറ്റിന് 20 രൂപ. ഇത് ഒരു ഈ UVയുടെ ഷീറ്റ് എന്ന് പറയുന്നത് ഇത് 4 ഫീറ്റ് ഉണ്ട്. ഇതിൻ്റെ വിട്ട് 4 ഫീറ്റും 10 ഫീറ്റുമാണ്. ഇപ്പം ഇതുപോലെ എല്ലാം 4 ഫീറ്റ് 10 ഫീറ്റ്, പിന്നെ 2 ഫീറ്റിൻ്റെ ഉണ്ട്, 2 ഫീറ്റ് 10 ഫീറ്റിൻ്റെ ഉണ്ട്. അപ്പം ഇതുപോലെ ഇത് 4 ഫീറ്റ് വരും, പിന്നെ 10 ഫീറ്റ് ഉണ്ട് എൻ്റെ നീളം. അതുപോലത്തെ ഒരു ഷീറ്റിന് 800 രൂപ. ഇത് പക്ക പശയ. ഇത് പീൽ ചെയ്യുക, നേരെ ഒട്ടിക്കുക. ഇത് നമ്മൾ ബാക്കി ഭിത്തിയിൽ ഫുള്ള് വയ്ക്കും. ഇത് നമ്മൾ ഇത് നമ്മൾ ഭിത്തിയിൽ ഫുള്ള് ഒട്ടിക്കും. പിന്നെ ഇതാണ് നമ്മുടെ TV യൂണിറ്റ് സെൻറ്ററിൽ വരുന്നത്. കണ്ടോ, നമുക്കതിൻ്റെ അളവൊക്കെ എടുത്തിരുന്ന് ഇവിടുന്ന് പൊളിച്ചു ടൈലിട്ട പോലെ. ഇത് ഇപ്പുറത്തെ ഇതൊരു സ്പോഞ്ചയിലാണ് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വാഷബിളാണ്, എന്നിട്ട് വാഷ് ചെയ്യും, അതൊക്കെ ചെയ്യാം. പിന്നെ വെള്ളം വീണാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പേനയും വെച്ചും പെൻസിലും വെച്ചും ഒന്നും കുത്തി വരയ്ക്കരുത് കേട്ടോ. കുത്തി വരച്ച് കഴിഞ്ഞാൽ ദാണ്ട് ആ കാണുന്ന പോലെ ഇരിക്കും. പെയിന്റ് അടിച്ചിട്ട് അധികം ആയിട്ട് പോലില്ല കേട്ടോ. അത് കല്ലുവിനോടാ പറഞ്ഞേ കേട്ടോ. പേനയെ പെൻസിൽ വെച്ച് ഇവത്തെ പടം വരച്ചാൽ അത് പോകത്തില്ല. അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കും, ഒരു പ്രശ്നമില്ല. ഇത് നമ്മുടെ TV യൂണിറ്റിന്റെ ഈ രീതിയിൽ നിൽക്കും. നമ്മുടെ പരിപാടി എല്ലാം വീട്ടിനകത്ത് വെച്ച് തന്നെയാണ്. അപ്പം നമ്മളിതൊരു 69 ഇഞ്ചിന് നമ്മൾ കട്ട് ചെയ്യാൻ പോവാ. കാത്തു ഇവിടെ പിടിച്ച് TV-യുടെ അളവ് നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നോർമൽ 69 വരുന്നത്, പക്ഷെ കുഴപ്പമില്ല, ഒരു 70 ഇഞ്ചിന് മുറിച്ച്. അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ TV വരത്തക്ക രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് വരുമെന്ന് നോക്കാം. യെസ്, അപ്പം കട്ടായി. അപ്പം നമുക്ക് ഇത്രയും നമുക്ക് അതിനകത്ത് ഒട്ടിക്കാനൊന്നും പറ്റില്ല. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടി മാറ്റി വെക്കാം. നമുക്ക് പ്രയോജനപ്പെടും. സ്റ്റേജ് ഡെക്കറേഷനോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യം വരും. മൊത്തം 10 അടിയുണ്ട്. ഇതിപ്പോൾ എത്ര അടിയുണ്ട്? ഒരു 6 അടിയോളം ഉണ്ട്. അമ്മയൊന്ന് പിടിച്ചു. 6 അടിയില്ല, 70 ഇഞ്ച്, ഒരു 6 അടി പോയിട്ട് 4 അടി ഓളം ഉണ്ട്. അത് നമുക്ക് അടുത്ത പരിപാടിക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഒട്ടിക്കാം. ശരിയാകും എന്ന പ്രതീക്ഷയിലാണ്.
ആ അളവിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടി വിയുടെ ബാക്ക് വശത്തായതുകൊണ്ട് അത് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് വലിയ വിഷയമില്ല. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ഇതുപോലെ ടി വി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ഒട്ടി ചാടും അല്ലേ? അല്ല, അടുത്ത ഇനി ഇവിടെ ഒട്ടിക്കുന്നില്ല, അടുത്ത ഇപ്പുറത്താ ആ ഭിത്തിയുടെ ബാക്കി ഫുള്ള്. അത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി വരച്ചതല്ലേ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കട്ട് ചെയ്യാം. പിന്നെ എന്തിനാ കുത്തിയിടുന്ന? ഈ പേന കൊണ്ട് വെച്ച് കട്ടായി, പക്ഷെ പോരാൻ ഒരുപാടുണ്ട്. കുറച്ചുകൂടെ കൂടുതലായിട്ട് കയറ്റി കെട്ടിയേക്കാം, കുഴപ്പമില്ല. ആദ്യത്തെ ഒരു കട്ട് ചെയ്യാനുള്ള ഒരു ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ, ശരിയാവോ. ഇപ്പം സിമ്പിളായിട്ട് കട്ട് ചെയ്ത് പോവാ. പ്രധാന കാര്യം നമ്മൾ ടി വിയുടെ ബാക്ക് സൈഡിലായതുകൊണ്ട് അത് അറിയുന്നില്ല, അതാണ് വേറൊരു ഇത്. നമ്മള് ബോക്സിന് വേണ്ടിയുള്ളതും നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. പ്ലാസ്റ്റിക് പൊട്ടുന്നതിന്റെ ചെറിയൊരു രസം വരുന്നുണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക്.
സംഭവം ഒട്ടിച്ച് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. നമ്മളും ഈ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചാണ്. കോട്ടയത്ത് ലുലു മാളിൻ്റെ അടുത്ത് സിമൻറ്റ് കവല, അവിടെയാണ് ഈ ഷോപ്പ്. ഈ ഓക്കെ, അപ്പം നമ്മൾ ടി വിയുടെ സെറ്റ് ചെയ്യാനുള്ളത് വെക്കാനുള്ളതിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ വൈറ്റ് മാർബിൾ UV ഷീറ്റിൻ്റെ ഇത് ഒട്ടിച്ച് ഇനിയിപ്പം ബാക്കിയുള്ള ഭാഗത്ത് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേറൊരു ഡിസൈനാണ്. അത് കട്ട് ചെയ്യുന്നൊന്നും കാണിച്ചില്ല. നമ്മൾ ഇനിയിപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് നമ്മൾ കട്ടിങ്ങിൻ്റെ ഒന്നും കാണിച്ചില്ല. നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇതിങ്ങനെ ഒട്ടിക്കാണ്. അപ്പോൾ കുറച്ചുകൂടെ അവിടെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തു. ഇനിയിപ്പം ഈ താഴെ നിന്ന് ഒട്ടിച്ച് പോകാം അല്ലേ. നേരത്തെ ഇവിടെ ജോയിൻ്റായിട്ട് ഒരുപോലെ ഇരിക്കും. അവിടെ കുറച്ചുകൂടെ ഒന്ന് കയറ്റിയിട്ട് തരുമോ? മാക്സിമം അങ്ങോട്ട് തള്ളിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കും. അന്നേരം ഇവിടെ ലെവൽ കിട്ടും. അപ്പോൾ ഒട്ടിക്കാം. എവിടെ നിന്നാണ് തുടങ്ങണ്ടേ? ഈ സൈഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാം അല്ലേ.